ശ്രീനാരായണ നമ്പൂതിരി, മോദി മാർപ്പാപ്പ കൂടിക്കാഴ്ച കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിലെ ക്രൈസ്തവ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തോട് അനുഭാവപൂർണമായ നിലപാട് എടുക്കുന്നു. എന്തിനധികം കേരളത്തിലെ പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ ഇക്കുറി കോൺഗ്രസിന് പ്രതീക്ഷിച്ചതുപോലെ ലഭിച്ചില്ല. റോമൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ മേൽക്കൈയുള്ള തൃശ്ശൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി 75,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും കോൺഗ്രസ്സിന് ഉൾക്കൊള്ളാനാവുന്നില്ല. അതിലുള്ള അമർഷവും പ്രതിഷേധവുമല്ലേ ഇത്തരമൊരു കുറിപ്പിലേക്ക് നയിച്ചത്? കോൺഗ്രസിൻ്റെ എക്സ് ഹാൻഡിലുകൾ പരിശോധിക്കുമ്പോൾ, കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും എക്സ് ഹാൻഡിലുകൾ പരിശോധിക്കുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്കൊരു മാനസിക നില തെറ്റിയ ഒരവസ്ഥയിലാണ് അവരുടെ പല എക്സ് പോസ്റ്റിങ്ങും വരുന്നത്. ഇപ്പോൾ പോപ്പ് ദൈവത്തെ കണ്ടു അവസാനം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഇട്ട പോസ്റ്റ്, BJPയുടെ ആദരണീയനായ അധ്യക്ഷൻ കെ സുരേന്ദ്രനും BJPയുടെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ എക്സിൽ കുറിപ്പ് ഇട്ടതിന് ശേഷം അവരത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞു. പക്ഷേ ഈ മാപ്പ് പറയുമ്പോഴും പോപ്പ് ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞതിലേ മാപ്പുള്ളൂ. അവർ BJPയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന കാര്യത്തിൽ അവർക്ക് മാപ്പ് പറയുന്നില്ല, അതിൽ അവർക്ക് പിന്നോട്ട് പോകുന്നുമില്ല എന്നാണ് പറയുന്നത്. ഇതൊരു കോൺഗ്രസ് ഒരു വല്ലാത്തൊരു എന്താ പറയേണ്ട ഒരു അപകടസന്ധിയിൽ നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഇത്തരം ഈ എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ നിലപാടുകൾ, അവരുടെ താല്പര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തടക്കം അവരുടെ ഹാൻഡിലുകൾ വ്യാപകമായി കള്ളം പ്രചരിപ്പിക്കുന്നു, വ്യാപകമായി ഈ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഈ തരത്തിൽ വർഗീയത ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മറ്റ് ലോക നേതാക്കന്മാർക്കെല്ലാം കേവലം ഒരു ഷെയ്ക്ക് ഹാൻഡ് മാത്രം കൊടുത്തപ്പോൾ പോപ്പ് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുകയും നരേന്ദ്രമോദി പോപ്പിനെ ഇന്ത്യയിലേക്ക് വീണ്ടും ക്ഷണിക്കുകയും ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്ത ഒരു ഇന്ത്യയിലെ ക്രിസ്തുമത വിശ്വാസികൾ BJPയോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടുത്തതിനേക്കാൾ കൂടുതൽ വീണ്ടും അടുക്കാൻ പോകുന്നു, കൂടുതൽ ആളുകൾ BJPയെ തിരിച്ചറിയാൻ പോകുന്നു എന്ന ഒരു ഭയത്തിൽ നിന്നാവാം ഇത്തരമൊരു പോസ്റ്റ് ഉത്ഭവിച്ചത്. പക്ഷെ ഇത് കോൺഗ്രസിൻ്റെ കാലങ്ങളായിട്ടുള്ള സമീപനം ഇതാണ്. ഇന്ന് പെരുന്നാളാണ്. ഈ പെരുന്നാളിന് തെലങ്കാനയിലെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബലിപ്പെരുന്നാൾ ആശംസ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ദേവാലയത്തിൻ്റെ മീനാരത്തിൻ്റെ പുറകിൽ ഒരു പശുവിൻ്റെ പടം വെച്ചുകൊണ്ടാണ്. എന്താണ് പശുവും പെരുന്നാളുമായിട്ടുള്ള ബന്ധം? ഇപ്പം തെലങ്കാനയിൽ ഈ പശു മീനാരത്തിൻ്റെ പുറകിൽ പശുവിൻ്റെ ഒരു ചിത്രവും കൂടി വെച്ച് ഒരു ബലിപ്പെരുന്നാൾ ആശംസ നേരുന്നത് വഴി എന്താണ് ഇവർ അർത്ഥമാക്കുന്നത്? ഇത് ഒരർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ബാധകമാണ്. 9 രാജ്യസഭാ MP-മാരുള്ളതിൽ 5 പേർ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് പറയുമ്പോൾ 9 രാജ്യസഭാ MP-മാർ 3 രാജ്യസഭാ MP-മാരെ കൊടുക്കുന്നതിൽ 3 പേരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഹിന്ദു സമൂഹത്തിനോട് ഇവർ കാണിക്കുന്ന ഒരു ചിറ്റമ്മ നയമുണ്ടല്ലോ, ആ ചിറ്റമ്മ നയം കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൾച്ചറിൻ്റെ കൂടി ഭാഗമായി മാറിയിരിക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ അവർ ന്യൂനപക്ഷങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്നത് പോലെ ഈ കേരളത്തിലും അത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ക്രിസ്തുമതമല്ല ഇസ്ലാമാണ് എന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ അത്തരമൊരു ബോധ്യത്തിലൂടെയാണ് കോൺഗ്രസ് പോകുന്നത്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞത് ഇത് തീവ്രവാദ അല്ലെങ്കിൽ ഇസ്ലാമിക ശക്തികളുടെ പ്രേരണയാണ് ഈ പോസ്റ്റിന് പിന്നിൽ നിന്ന്. കാരണം അത് പോപ്പിനെ അപലപിക്കുന്നതാണ്, അത്
ക്രിസ്തുമത വിശ്വാസത്തെ അപലപിക്കുന്നതാണ്. അത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ക്രിസ്തുമത വിശ്വാസികളുടെ അഭിമാനത്തെ തകർക്കുന്നതാണ്. അത് കേവലം ഒരു മാപ്പ് പറച്ചില്ല, ഇത് അവരുടെ കൾച്ചറായി മാറിയിട്ടുണ്ട് കോൺഗ്രസിന്റെ. ഞാൻ ആമുഖമായി ഇത്രയേ പറയുന്നുള്ളൂ. യെസ്